ഗേസ് അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ അതേ ഉണ്ടല്ലോ, കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിന് ഒരു നിക്കാ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കാക്കാൻ്റെ മോൻ്റെ നിക്കാ വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ അതിൻ്റെ ബാക്കി നമ്മൾ മഹർ ഇട്ടുന്നതും സ്റ്റേജ് മേലില്ലതും അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതത് ഫുള്ളായിട്ടില്ല, അടുത്ത ബാക്കിയുള്ള ഭാഗം അടുത്ത വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഒരുപാട് ലെങ്തായി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റേജ് മത്തുള്ള പരിപാടിയും സ്റ്റേജ് മൊക്കെ ഏറ്റുന്നതും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് ഈ വീഡിയോ. പിന്നെ ഉണ്ടല്ലോ, നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കനോട് അടിച്ച് ഹോൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ അത് സ്റ്റേജിന്മേൽ കയറ്റണൊക്കെയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കണേ കേട്ടോ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച വീഡിയോ ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതാ മോനൊക്കെ ഉണ്ട് കേട്ടോ, മോനും എല്ലാവരും ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഓഡിറ്റോറിയത്തിലുണ്ടല്ലോ, എൻ്റെ അനിയത്തിൻ്റെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഉണ്ടല്ലോ, വേറെ മോഡൽ സീറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയത് തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ ശരിക്കും ഇരിക്കുമ്പോൾ ശരിക്കും കാണൂല കേട്ടോ, ഒരു കുണ്ടിലിരിക്കണമാർക്ക് തോന്നുന്നുണ്ട്, കുറച്ചായിട്ട് കൂടിയമാർക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ആഗ്രഹിച്ച കല്യാണം തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടിച്ച് പൊളിച്ച് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല അടിച്ച് പൊളിച്ചിട്ടുള്ള കല്യാണം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റേജിന്മേൽ കയറ്റുന്നതും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെന്താണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ പുതിയനെ കൊണ്ടുവരുന്നത്. പിന്നെ അവിടെ ഭയങ്കര പാട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല, അവരെന്നെ സ്വയം പാടിയിട്ടുള്ളത് കേട്ടോ. അത് നല്ല രസമുണ്ടായിന് കാണാനൊക്കെ വേണ്ടിയിട്ട്. എല്ലാ ഓഡിറ്റോറിയത്തിലും ഭയങ്കര പാട്ടും കാര്യങ്ങളും ബഹളമൊക്കെ ആയിരിക്കുമല്ലേ. അപ്പോൾ അത് അവരെന്നെ പാടിയിട്ട് സ്റ്റേജിന്മേൽ കയറ്റുന്നതാണ് കേട്ടോ. അത് നല്ല വെറൈറ്റി ആയിട്ടല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അതേമാതിരിക്ക് തന്നെ ഞാൻ കുറച്ച് മ്യൂസിക് പാട്ടൊക്കെ ഇട്ടിട്ടാണ് ആഡ് ചെയ്യുന്നത്, മുഴുവൻ വോയിസ് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ അതാണല്ലോ അതിൻ്റെ ഭംഗി. പിന്നെ ഞാൻ റിയാക്ഷൻ വീഡിയോ ആണ് ഇടൽ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ നമ്മൾ വീട്ടിലത്തെ പരിപാടി കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇടുന്നല്ലാതെ ബാക്കി റിയാക്ഷൻ വീഡിയോ ആണ് ഇടൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എടുത്ത് കാണാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഒക്കെ സ്റ്റേജിന്മേൽ കയറ്റുന്നതാണ് കേട്ടോ. ബാക്കിയൊന്ന് കണ്ടോക്കിയും കുറച്ച് നേരം അങ്ങനെ തന്നെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു സ്റ്റേജിന്മേൽ കയറ്റുന്ന പാട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ പരിപാടിയാണ്. അത് പെണ്ണിൻ്റെ വീട്ടിലത്തതാണ്, മേലാറ്റൂർ ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ അതാ എന്താ പറയാല്ലേന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കല്യാണമൊക്കെ ഉണ്ടല്ലോ, ക്യാമറമാർ പറയുന്ന മരിക്കാണില്ലേ, അവർ അങ്ങോട്ട് നിൽക്കുക അറിയുമ്പോൾ അങ്ങോട്ടേക്ക് അറിയുമ്പോൾ അങ്ങോട്ടേക്ക് പിന്നെ ഒരുപാട് വെയിറ്റ് ചെയ്യിച്ചിട്ടോ. അതാണ് ഒട്ടും സഹിക്കാൻ വയ്യാത്തത്. നമ്മളൊരു ഒന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് കുറച്ച് നേരം പോലെ വീഡിയോസൊക്കെ എടുക്കുക ഓരോ ഫോട്ടോസൊക്കെ എടുക്കണ വരെ വെയിറ്റ് ചെയ്യിച്ചില്ലേ. അതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ടയർഡായിട്ടുണ്ടാവില്ലേ പുതിയപ്പളിയും പുതിയണ്ണും വേറെ ഒക്കെ കല്യാണത്തിൻ്റെ സമയത്ത് ഇതിനൊക്കെ അപ്പോഴായിരിക്കും ഒന്ന് അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞ് പിന്നെ കുറേ വെയിറ്റ് ചെയ്യിച്ച് പിന്നെ ഒന്ന് ഇങ്ങോട്ട് കയറും, പിന്നെ കുറേ വെയിറ്റ് ചെയ്യിച്ച് അങ്ങനെയാണല്ലേ അവർ പറയുന്ന മരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങൽ. ഇപ്പോൾ എല്ലാം അങ്ങനെ തന്നെയാണല്ലേ, ഓലെങ്ങനെ പറയുന്നത് അതേ മരിക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ ബാക്കിയിലൊന്ന് കണ്ടോക്കി. Idea, dah. Baik, masih tu ikut. Masih tu ikut. Ada mun ni pun.
അവത്തനക്ക് ഐഡി അടുത്താ എത്ര അപ്പോൾ അത് ഞങ്ങൾ കണ്ടില്ലേ പാട്ടും ഒപ്പനയും കാര്യങ്ങളൊക്കെ അവരെന്നെ പാടിയിട്ട് അവരെന്നെ പിന്നെ കളിക്കുന്നതാണ് കേട്ടോ. വേറെ പാട്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതാ പുതിയ സ്റ്റേജിലേക്ക് കയറ്റുന്നതാണ്. പിന്നെ അവൻ്റെ ഫ്രണ്ട്സുകളാണ് കേട്ടോ. അതൊക്കെ അവൻ നിൽക്കണമൊക്കെ കളിക്കണം കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. പിന്നെ അടാറൊരു പിന്നെ ഭയങ്കരമായിട്ടൊരു പണിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും കാണിക്കാൻ പറ്റില്ല, അത്രക്കും മോശമാണ് കേട്ടോ. അപ്പോൾ ഒരു ഫ്രണ്ട്സ് ഒപ്പിച്ചതാണ് അവൻ്റെ. അപ്പോൾ അത് അടുത്ത വീഡിയോയിലാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും കണ്ടുകൊണ്ട് കേട്ടോ. അത് ഭയങ്കര പ്രശ്നം തന്നെയാണ്. പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു കോമഡി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ അവർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഞങ്ങളെ കല്യാണത്തിന് ഇവന് ഇതൊന്നല്ല ഇതിലേറെ പിന്നെ അപ്പുറം ഒപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്തതാണ് കേട്ടോ. ഭയങ്കര ഇത് കാര്യങ്ങൾ ഇതായി പോയിട്ടുണ്ടായിരുന്നു, കാര്യമായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യുക. അപ്പോൾ അതാ പുതിയ സ്റ്റേജിലേക്ക് കയറ്റുകയാണ്. അപ്പോൾ ഒരു എങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കയറിയിട്ടുള്ളത്. കയറിയതും ഇറക്കിയ പിന്നെ പിടിച്ച് കയറ്റുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറേ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ പിന്നെ കുറേ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് കുറേ വീഡിയോസ് അങ്ങനെ ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഞാൻ കുറേ കട്ട് ചെയ്തിട്ടാണ് കയറ്റിയിട്ട് തന്നെ വിട്ടിട്ടുള്ളത്. പിന്നെ അത് അവർ സൈഡിൽ നിന്ന് കയറ്റുമ്പോൾ അത് പിന്നെ ഒന്ന് പൊട്ടിക്കണമൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. പക്ഷെ എന്തോന്ന് വെച്ചാൽ അവർ കരുതിയ മാതിരിക്കൊന്നും സെറ്റായില്ല. പുതിയ കയറ്റുന്നതിൻ്റെ മുന്നേ തന്നെ അവർ അതെന്താ എടുത്ത് പൊട്ടിക്കും കാര്യങ്ങളോ അങ്ങനെയൊക്കെ എന്താ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും സെറ്റായി വന്നിട്ടുണ്ടായില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചില സമയം അത് അങ്ങനെയാണല്ലോ അല്ലേ. നമ്മളെന്തെങ്കിലും അത്യാവശ്യമായിട്ട് പെട്ടെന്ന് പൊട്ടിക്കാൻ നിൽക്കുമ്പോൾ അത് ഒരു വേറെ ഇതിലായിരിക്കുമല്ലോ. ഈ പുട്ടിന് കറക്റ്റ് സമയത്ത് ശരിയാവില്ല കേട്ടോ. അങ്ങനെയും അതാണ് ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതാ പുതിയനെ പിടിച്ച് കയറ്റുകയാണ് കേട്ടോ. ബാക്കിയും കൂടെ ഒന്ന് കണ്ടു നോക്കിയേ. ൊത്ത കീനാവും കണ്ടിരിക്കും ബീവി അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി ഹൂറിയാൽ മുഹബ്ബത്തിൻ മധുരത്തേവി മതിലങ്കും മദീനത്തെ രാജാത്തിപ്പൂവി ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി ഹൂറിയാൽ മുഹബ്ബത്തിൻ മധുരത്തേവി മതിലെങ്കും മദീനത്തെ രാജാത്തിപ്പൂവി റസൂലൊരു കനവിൽ കണ്ട് ഒത്തിരി മോഹം കൽബിൽ കുതിർത്ത് ഹക്കമനിൽ ഇരവോതീരത്ത് മുത്ത് റസൂലൊരു കനവിൽ കണ്ട്
ഒത്തിരി മോഹം കൽബിൽ കുതിർത്ത് ഹക്കവനിൽ ഇരവോദീരത്ത് അല്ലമീനന്നു വരുന്നു താരകം പൂത്തു ഇശലിന്റെ പൂക്കൾ കൊരുത്തൊരു മാലയും തീർത്തു ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി. അപ്പോൾ ഇതാ സ്റ്റേജിന്മേൽ കയറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അവർ ആദ്യം കയറ്റിയപ്പോൾ ശരിയായിട്ടുണ്ടായില്ല, പിന്നെ കറക്റ്റ് സമയത്ത് പൊട്ടിയില്ല കേട്ടോ. പിന്നെ രണ്ടാമത് ഇറക്കിയിട്ട് പിന്നെയും കയറ്റി. പിന്നെ അവർ പറയുന്ന മരിക്കാനുള്ള ഞാൻ പറഞ്ഞില്ലേ, അവർ പിന്നെ ഇറക്കി ഒന്ന് ഫോട്ടോ എടുക്കും, പിന്നെ ഒന്ന് കയറ്റും, പിന്നെ പൊട്ടിക്കുമ്പോൾ ശരിയാവില്ല കേട്ടോ. പിന്നെ രണ്ടാമതാക്കും. അങ്ങനെ കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് സ്റ്റേജിന്മേൽ കയറ്റിയത്. അപ്പോൾ ഞാൻ കുറേ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ കാണുന്നതുണ്ടല്ലോ മഹർ കെട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും പിന്നെ അവൻ്റെ പെങ്ങന്മാരാണ്. അപ്പോൾ ഒരു മഹർ കെട്ടുകയാണ്. അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഞാൻ സൗണ്ട് കുറച്ച് വെച്ചിട്ട് വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര സൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ മഹർ കിട്ടുന്നതാണ്. പിന്നെ അതാ മഹർ കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഫോട്ടോ എടുക്കൽ, വീഡിയോ എടുക്കൽ, പിന്നെ ഫ്രണ്ട്സ് കാര്യങ്ങൾ, അങ്ങനെ ഫാമിലി ആയിട്ട് ഫോട്ടോ, അങ്ങനത്തെ ഗിഫ്റ്റ് അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഞാൻ വിചാരിച്ചു അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യാമെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതാ മഹറൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒന്ന് കണ്ടു നോക്കിയേ. ഹൃദയത്തിൽ അനുരാഗമുണർന്ന് നിത്യവസന്തം മേനി പുണർന്ന് ബീവി ഖദീജ നൂറിലലിഞ്ഞ് ഹൃദയത്തിൽ അനുരാഗമുണർന്ന് നിത്യവസന്തം മേനി പുണർന്ന് ബീവി ഖദീജ നൂറിലലിഞ്ഞ് ജിബ്രീലും വഹയ്യാലെ ഇറങ്ങിയെന്ന് അഹദോന്റെ അനുവാദം ഹബീബും ചൊന്ന് ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി. മംഗല്യത്തിൻ രാവ്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ കേട്ടോ. മഹറിട്ടലും കാര്യങ്ങളും ഫോട്ടോ എടുക്കൽ, വീഡിയോ എടുക്കൽ, ഫ്രണ്ട്സായിട്ട് വീഡിയോ എടുക്കലൊക്കെ പിന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവസാനമായിട്ട് പിന്നെ ഞാൻ ഉണ്ടല്ലോ അടുത്ത വീഡിയോയിൽ കൂടുതലായിട്ട് കാണിക്കുക. എൻ്റെ ഫ്രണ്ട്സ് കൊടുത്ത പണിയും നല്ല പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും അതേ പിന്നെ സ്റ്റേജ് വന്ന് കൊണ്ടുപോകുന്നതും കാര്യങ്ങളും അങ്ങനത്തെ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.